ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്കേർട്ടിൻ്റെ ഡിസൈനുമായിട്ടാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 മീറ്റർ ജോർജറ്റ് മെറ്റീരിയലാണ്. ഈ സ്കേർട്ട് 2 വിധത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ആദ്യം ഒന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. മൊത്തം 14 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുക്കുന്നത്. ഇതിൽ തന്നെ വേസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നതും കൂടിയിട്ടാണ് 14 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു സ്ക്വയർ പീസ് ആക്കിയിട്ടാണ് അതിനെ ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നിവർത്തിയിടുമ്പോൾ എല്ലാ ഭാഗത്തോട്ടും 28 ഇഞ്ച് വീതിയിലാണ് സ്ക്വയർ പീസ്. അതിനെയാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനെയും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വേസ്റ്റിനും ലെങ്ത്തിനൊക്കെ കൂടി 27 ഇഞ്ചാണ് വേണ്ടത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞു പോകണ്ടെന്നുള്ള രീതിയിലാണ് 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അരവണ്ണം എത്രയാണെന്ന് നോക്കാം. അരവണ്ണം 16 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ നേരെ പകുതി എടുക്കുക, അതിൻ്റെയും നേരെ പകുതി. അതാണ് നമുക്ക് അരവണ്ണത്തിലേക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ആദ്യം താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഒരു കോർണറിൽ നിന്നാണ് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആ കോർണറിൽ തന്നെ വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും 4 ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് വേസ്റ്റിൻ്റെ മൊത്തം അളവും പിന്നെ അതിൻ്റെ കൂടെ 6-7 ഇഞ്ചോ അധികം വെച്ച് കഴിഞ്ഞാണ് എലാസ്റ്റിക് ഇടേണ്ട വേസ്റ്റിൻ്റെ അളവ്. ലെങ്ത്ത് 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി മാർക്ക് ചെയ്തിടാം. അതും ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. റൗണ്ടായി തന്നെ കിട്ടണമെങ്കിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും തന്നെ ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ട് തന്നെയാണ് ബാക്കി 2 പാർട്ടും കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്ത പീസ് ആദ്യം 28 ഇഞ്ചല്ലേ, ഇനി 30 ഇഞ്ചുള്ള സ്ക്വയർ പീസ് എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. ഇനി ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ച സ്കേർട്ട് പീസ് ഒരു ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനെയും കൂടി കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ വിഡ്ത്തൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ ലെങ്ത്ത് മാത്രം 2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി തേർഡ് ലെയറും കൂടി ഇതുപോലെ തന്നെ ചെയ്യാം. തേർഡ് ലെയർ 33 ഇഞ്ച് എടുത്താണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. 3 ഇഞ്ചാണ് അധികം എടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ ചെയ്ത് 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടില്ല. അപ്പോൾ ഇത് 3 ഇഞ്ചാണ് കൂട്ടിയെടുക്കേണ്ടത്. അപ്പോൾ 33 ഇഞ്ച് സ്ക്വയർ പീസ് എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതും കൂടി 3 ഇഞ്ച് എല്ലാ ഭാഗത്തോട്ടും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം.
കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആദ്യം ലാസ്റ്റ് കട്ട് ചെയ്ത പീസിനെ വെച്ച് അതിന് മുകളിൽ രണ്ടാമത് കട്ട് ചെയ്ത പീസ് വെക്കുക, അതിൻ്റെ മുകളിൽ ഫസ്റ്റ് കട്ട് ചെയ്ത പീസ് വെക്കുക. അപ്പോൾ 3 ലെയർ വെച്ചിട്ട് സെൻറ്ററിലായിട്ട് റൗണ്ടിൽ തയ്ച്ചു കൊടുക്കണം. റൗണ്ടായി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മെഷർ ചെയ്തിട്ട് ഇതിന് വേണ്ടി ഒരു എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ബാൻഡ് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ 16 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. സീം അലവൻസ് ഒക്കെ കൂട്ടിയിട്ട് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടി നമുക്കൊരു ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. സീം അലവൻസും കൂടിയുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനെ 2 ഫോൾഡാക്കിയിട്ടാണ് പിന്നെ ബാൻഡിന് എടുക്കുന്നത്. 4 ഇഞ്ചാണ് വേണ്ടത്, ഞാൻ 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് തിന്നായിട്ടുള്ള തുണിയല്ല, അപ്പോൾ എലാസ്റ്റിക് പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടി തിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് 8 ഇഞ്ച് എടുക്കുന്നത്. സ്കേർട്ടിൽ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡ് തയ്ച്ചെടുക്കാം. നമുക്ക് സ്കേർട്ടിലോട്ട് ഇത് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ടിലോട്ടായിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഞാനെന്നും സ്കേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ട് തയ്ക്കുമ്പോൾ നമുക്ക് ഭംഗിയായി തയ്ക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാൻഡ് മൊത്തം സ്കേർട്ടിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ വെച്ച് മൊത്തം ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗം വിട്ടു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ഇടാനുള്ള ചെറിയൊരു ഭാഗം വിട്ടു കൊടുക്കാം. കവർ ചെയ്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കുന്നത് വേസ്റ്റിൻ്റെ അളവിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ്. വേസ്റ്റിൻ്റെ അളവ് കറക്റ്റ് എടുക്കുക. അതിൽ നിന്ന് 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറച്ച് വേണം എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ. അത് എലാസ്റ്റിക് 2 ഭാഗം ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ടാക്കി ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തോട്ടും ഒരുപോലെ ആയിക്കിട്ടും. ഇനി എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വിട്ട ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് നന്നായി ഒന്ന് വലിച്ചു പിടിച്ച് നടുവിലെ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നടുവിലെ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരിക് തയ്ച്ചെടുക്കണം. ഒന്നുകിൽ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുക്കാം, അല്ലെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ മുകളിലോട്ടായിട്ട് ഫോൾഡ് ചെയ്ത് ലേസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കും നല്ല നീറ്റായിരിക്കും. ലേസ് വെക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫോൾഡ് ചെയ്തത് രണ്ടിനും കാണില്ല. അപ്പോൾ എല്ലാ ലെയറിലും ഇതുപോലെ മൊത്തമായി ലേസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. മൊത്തമായി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയും സ്കേർട്ട് യൂസ് ചെയ്യാം. ഇതല്ലാതെ ഇപ്പോൾ പ്ലെയിനായിട്ട് 1 ലെയറാണ് വേണ്ടതെങ്കിൽ തിരിച്ചിട്ടും യൂസ് ചെയ്യാം. ഈ ഒരു സ്കേർട്ടിൻ്റെ ഡിസൈന് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.